ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ എൻ്റെ ഓഫീസും എന്നെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിലാണിത്. നമ്മൾ ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓഫീസ് ഇതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്കതിൻ്റെ ഉള്ളൊന്ന് കാണാം. കാരണം നമുക്ക് ഇവിടെ എല്ലാം ഓൾറെഡി നമ്മുടെ വെള്ളം വന്ന സമയത്ത് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ അതാണത് ഒരു എന്താ പറയുക, അലങ്കോലായി കിടക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ ഓഫീസാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ മുകളിൽ ഞാൻ സെറ്റ് ചെയ്ത എൻ്റെ ഓഫീസ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചൊരു ഭാഗം ഞാൻ ഈ വീഡിയോൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണുക. പിന്നെ ഇവിടെ വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് വൈബാണ്. കാരണം നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്ത വലിയൊരു കാര്യമാണ് ഈ ഒരു ഓഫീസ് എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ ഒരു ഓഫീസ് വേണം, ഒരു ലാപ്ടോപ്പ് വേണം. എന്താ പറയുക, ഒരു സക്സസ്, ലൈഫിൻ്റെ വലിയൊരു സക്സസ്സാണ് അൻവർ സാർ മാജിക് വൈബ്സ് എന്ന സാറിൻ്റെ കൂടെയുള്ള ഒരു ജേണി എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ഈ ഒരു ജേണിയിൽ നമ്മൾ എന്താണോ നമ്മളെ ലൈഫിലെ ഡ്രീം അത് സാധിച്ചെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എഴുതിയ ഗോൾ എന്താണോ അത് നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചേഞ്ച് ഉണ്ടാക്കി തന്നത് സാറിൻ്റെ കോഴ്സുകളാണ്, സാറിൻ്റെ ക്ലാസ്സുകളാണ്. ഒരു വലിയൊരു ആഗ്രഹം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമുക്കത് കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല. നമുക്കത് നേടിയെടുക്കണമെങ്കിൽ നമ്മളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ കൂടെ വേണം. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മളിതിനെക്കുറിച്ച് പഠിക്കണം. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാതെ നമുക്ക് സക്സസ് ആവണം എന്ന് വിചാരിച്ചത് കൊണ്ട് നമ്മൾ എവിടെ എത്തൂല. ലൈഫിൻ്റെ വലിയൊരു പാർട്ടെന്ന് പറയുന്നത് നമ്മൾ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം ഞാൻ ആരാണെന്നും പിന്നെ എന്നെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, എന്താ ക്യാമറ ഒക്കെ മുന്നിൽ വരാത്തത്, ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ പുറത്തോട്ട് കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ ഓഫീസിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏത് ഓഫീസെന്ന് ചോദ്യം വരാം. ഞാൻ മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് എന്ന ഒരു ടീമിൻ്റെ കൂടെ അൻവർ സാറിൻ്റെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ്. മാഷാഅല്ലാഹ് 1.5 കൊല്ലമായി സാറിൻ്റെ കൂടെയുള്ള ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കി തന്നത് സാറിൻ്റെ ക്ലാസ്സാണ്. ഇന്നും ഞാനതെൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ ആരാണെന്ന് പറയാം അല്ലേ. ഞാൻ എൻ്റെ സ്ഥലം തിരൂരങ്ങാടി, കക്കാട് എന്നൊക്കെ പറയും, അവിടെയാണ്. മാഷാഅല്ലാഹ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു ചെറിയ കുടുംബം എന്ന് പറയില്ലേ, അതാണ്. ഞാനും മക്കളും പിന്നെ ഉമ്മയും കൂടെ ഉള്ളതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. ഒരു സന്തുഷ്ട കുടുംബം, ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകണു. നമ്മളെ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് തന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഉണ്ട് കേട്ടോ. എൻ്റെ ലൈഫിലെ വലിയൊരു ഹീറോ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കാം, ഇത്രയും കാലം നിൻ്റെ കൂടെ നിൻ്റെ ഉമ്മയും ഉപ്പയും ഉണ്ടായിരുന്നില്ലേ, അവരല്ലേ പഠിപ്പിച്ച് വലുതാക്കിയതെന്ന്. തീർച്ചയായിട്ടും അവരാണ് എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. പിന്നെ ഈ 10 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എന്നോട് എൻ്റെ ഒക്കെ പറഞ്ഞ ഒരേ ഒരു വേർഡുണ്ട്. അതാണ് എൻ്റെ ലൈഫിൽ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ നിൻ്റെ ലൈഫിലെ ഡ്രീം നീ മാറ്റി വയ്ക്കരുത്. നിനക്ക് എവിടെയൊക്കെ ഉയരാൻ പറ്റും അവിടെയൊക്കെ നീ എത്തണം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണക്കാരിയായ ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. എൻ്റെ ഉപ്പ കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ നമുക്കറിയാം നമ്മളെ ലിമിറ്റഡ് ബിലീഫ് നമുക്കവിടെ എത്താൻ പറ്റൂല. കാരണം അങ്ങനെ വലിയൊരു കോഴ്സൊക്കെ എടുത്ത് പഠിച്ച് മുന്നോട്ട് പോകാനോ അവിടെ നമുക്ക് സക്സസ് ആവാനോ ഒന്നും കഴിയില്ല. കാരണം നിന്നെ ഉപ്പാൻ്റെ കയ്യിൽ ക്യാഷില്ല. ആ ഒരു സംഗതി നമ്മളെ മനസ്സിലുള്ളിടത്തോളം കാലം നമുക്ക് എവിടെയും വളരാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ +2 ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്നത് എനിക്കിഷ്ടമില്ലാത്തൊരു കോഴ്സായിരുന്നു. ഇഷ്ടമില്ലയെന്ന് വെച്ചാൽ നമുക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കറിയാത്തൊരു വിഷയം നമ്മൾ 3 വർഷം, അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇഷ്ടമില്ലാതെ പഠിച്ച് വിജയിച്ചു എന്ന് പറയില്ലേ, അതായിരുന്നു. 3 വർഷം BA അറബിക്ക് പഠിച്ചു. പക്ഷെ അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് നേട്ടം ഉണ്ടായിട്ടുണ്ട്. എന്നാലും എനിക്കിഷ്ടം ബിസിനസ് മേഖലയായിരുന്നു. എനിക്ക് ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ ലിമിറ്റഡ് ബിലീഫ്സ് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇനി അതൊന്നും പറഞ്ഞ് കൂടുതലായിട്ട് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം
എനിക്ക് എൻ്റെ ഒരു പാഷനുണ്ട്, നമുക്കെല്ലാവർക്കും പാഷനുണ്ട്. എൻ്റെ പാഷൻ എന്ന് പറയുന്നത് കുക്കിംഗ് ആണ്. കാരണം നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണോ നമ്മളെ ലൈഫിൽ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുന്നത്, അതാണ് നമ്മുടെ പാഷൻ. ഇതെൻ്റെ വേർഡല്ല കേട്ടോ, സാറിൻ്റെ വേർഡാണ്. കാരണം അൻവർ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് എൻ്റെ പാഷനെ കണ്ടെത്താൻ പറ്റി. ആ ഒരു പാഷനിൽ സ്റ്റിക്ക് ചെയ്യണം എന്നൊരാഗ്രഹം മനസ്സിൽ വല്ലാണ്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ, ഇപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സാധാ സമയം ഉണ്ടാവില്ല, രാവിലത്തെ ഭക്ഷണം, ഉച്ചക്കത്തത്, ആ ഒരു സമയം നമുക്ക് എന്തുകൊണ്ട് ഇത് വീഡിയോ ആയിട്ടെടുത്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തുകൂടാ എന്നൊരു മൈൻഡിൽ വന്നു. അപ്പോൾ അതിനെൻ്റെ കൂടെ എല്ലാവരും സപ്പോർട്ടാണ്. ഇക്ക, എൻ്റെ അനിയത്തി, എൻ്റെ താത്ത, പിന്നെ താത്താൻ്റെ മക്കൾ, എല്ലാവരും സപ്പോർട്ടാണ് കേട്ടോ. ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, എല്ലാവരും എന്താ പറയുക, നിനക്ക് പറ്റും എന്നൊരു നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് അവർ തരും. പിന്നെ നമ്മളെ ലൈഫിൽ പാഷൻ കണ്ടെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കത് ചെയ്യുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടോ, എന്നാൽ തീർച്ചയായിട്ടും നമ്മളെ ലൈഫിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും. ഇനി ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ കുറച്ച് എന്താ പറയുക, എല്ലാവർക്കും ഉണ്ടാവും ലൈഫിൽ. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒബ്വിയസ്ലി എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട്, അവൾ എന്തുകൊണ്ടോ ആ ഒരു ലെവലിലെത്തി, എന്താണ് അവളുടെ ലൈഫിലുണ്ടായ മിറാക്കിൾ എന്നൊക്കെ ചോദിക്കാം. എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സ്മൈൽ മെഡിറ്റേഷൻ എന്നത് എൻ്റെ ലൈഫിൽ ഞാനത് ഒരു പാർട്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ രാവിലെ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട് കേട്ടോ, രാവിലെ 6 മണി മുതൽ 6:30 വരെ മെഡിറ്റേഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ റെക്കോർഡും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അത് എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കിയപ്പോൾ എനിക്ക് ഞാനുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റി, എന്നെ തിരിച്ചറിയാൻ പറ്റി. എനിക്ക് വേണ്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവർ മാറ്റി വയ്ക്കാൻ എനിക്ക് പറ്റി. എനിക്ക് എന്നോട് ഇഷ്ടം തോന്നാൻ തുടങ്ങി. എന്നിലുള്ള സന്തോഷത്തെയും സമാധാനത്തെയും കണ്ടെത്താൻ എനിക്ക് പറ്റി. അതുതന്നെയാണ് എൻ്റെ ലൈഫിൽ സന്തോഷവും സമാധാനവും വളർച്ചയും കൊണ്ടുവന്നത്. മാഷാ അല്ലാ, ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. കാരണം സാറിൻ്റെ ഈ ഒരു ജേണിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ എൻ്റെ ചിന്തകളിലുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ എനിക്കത് ഹാപ്പിനെസ് തന്നിട്ടുണ്ട്. സാറിൻ്റെ ഒരു ബുക്ക് നമുക്ക് ഉണ്ട്, മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് എന്ന് പറഞ്ഞ ബുക്ക്. നമ്മളെ ലൈഫിൽ 9 മേഖലകളാണ് സാറ് പറയുന്നത്. ഈ 9 മേഖലകളും നമ്മളെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ ഗോള് വേണം. അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ത്രൂ ഔട്ട് നമ്മളെ ലൈഫിൽ ഈ ഒരു സക്സസ് ഓഫ് ജേണിയിലൂടെയാണ്. അപ്പോൾ മാഷാ അല്ലാ, ഞാൻ നിങ്ങളെ സാറിൻ്റെ ഈ ഒരു ജേണിയിലേക്ക് നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം നമ്മളെ ലൈഫിൻ്റെ പാർട്ടാക്കാം, മെഡിറ്റേഷൻ നമുക്ക് നമ്മളെ ലൈഫിൻ്റെ പാർട്ടാക്കാം. പിന്നെ കൂടാതെ ഈ സാറിൻ്റെ ഓരോ ക്ലാസ്സുകളും ഉണ്ട്. നമുക്ക് വീക്കിലി എല്ലാ സെഷനിലും വെബിനാറുകളിലൊക്കെ നമുക്ക് പങ്കെടുക്കാം. അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്മുടെ മെഡിറ്റേഷൻ ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് എൻ്റെ ഫാമിലിയിൽ, അതായത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്. പക്ഷെ അവരോടൊക്കെ ഞാൻ താങ്ക് യു പറയാണ് കേട്ടോ. സപ്പോർട്ട് ചെയ്യാത്തവരോട് താങ്ക് യു പറയാൻ കാരണം അവരാണെന്ന് എനിക്ക് വളരാൻ വഴിയൊരുക്കിയത്. അവരന്നത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തൂല. കാരണം നമുക്ക് എന്താ പറയുക, മധുര പ്രതികാരം എന്നൊക്കെ പറയില്ലേ, അതാണ് ലൈഫിൽ നമുക്ക് ഉണ്ടാവുക. ഇന്ന് ഞാൻ നിങ്ങളോട് ഇത്ര ഓപ്പണായിട്ടും ഫ്രീ ആയിട്ടും സംസാരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ലൈഫിൽ കോൺഫിഡൻസ് ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മാഷാ അല്ലാ, ഞാൻ വീണ്ടും പറയുകയാണ്, സാറിൻ്റെ ക്ലാസ്സാണ് എന്നെ ഇത്രത്തോളം എത്തിച്ചത്. പിന്നെ ഏറ്റവും വലിയൊരു എന്താ പറയുക, കൂടുതലായിട്ട് താങ്ക് യു പറയേണ്ട ഒരാളുണ്ട്. അവൾ ഒരു ലൈഫ് മാനിഫെസ്റ്റേഷൻ കോച്ചാണ്, നിമ്മി. നിങ്ങൾക്ക് അറിയാമായിരിക്കും, സ്കെയിൽ അപ്പ് വിത്ത് നിമ്മിന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അവളാണ് എൻ്റെ ലൈഫിലൊരു വലിയൊരു ചേഞ്ച് ഉണ്ടാക്കിയത്. കാരണം ഞാൻ അവളോട് ഫസ്റ്റ് സംസാരിച്ചപ്പോഴും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്തെങ്കിലും ഒരു വീട്ടുജോലിക്കെങ്കിലും പോയാൽ മതി എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ. കാരണം എന്താ അറിയോ, നമുക്ക് നമ്മളെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാവും. നമുക്ക് സ്വന്തമായിട്ടൊരു 10 രൂപ പോലും നമ്മളെ കയ്യിലില്ലല്ലോ ഏർണിങ്സ് എന്ന് തോന്നുന്നൊരു ദിവസം ഉണ്ടാവും. നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ നമ്മളെ കയ്യിലെടുക്കാനോ അതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ആരും ഇല്ല എന്ന് തോന്നുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് സങ്കടം വരും. അങ്ങനെയാണ് ഞാൻ അവളോട് പറഞ്ഞത്, എനിക്കിങ്ങനെ എൻ്റെ ലൈഫ് അത്രത്തോളം ഞാൻ എന്താ പറയുക തോറ്റുപോയി എന്ന് പറഞ്ഞ സമയത്താണ് അവളെനിക്ക് അൻവർ സാറിനെ പരിചയപ്പെടുത്തുന്നതും പിന്നെ ത്രൂ ഔട്ട് ഈ സാറിൻ്റെ കൂടെ നമ്മൾ ചേർന്നതും. ഇപ്പം മുലൈഖാൻ സാറ് ഏറ്റവും വലിയൊരു താങ്ക് യു പറയേണ്ട ആളാണ്, മുലൈഖാൻ സാറ്. അപ്പോൾ
എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം 3 പേരുണ്ടെങ്കിൽ അത് ഒന്ന് അൻവർ സാറ്, ഒന്ന് മുലേഖാൻ സാറ്, പിന്നെ ഒന്ന് നിമ്മി. ഇവരോട് ഞാൻ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ സഹായിച്ചത് അവരാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ലൈഫിൽ ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാം. ആദ്യമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വലിയ നമുക്കതിനെ നേരിടാനുള്ളൊരു മൈൻഡ് ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് പ്രോബ്ലം എന്നുള്ളതിനെ നേരിടാൻ നമുക്ക് തന്നെ കഴിയുന്നുണ്ട്. ആ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാം. അപ്പോൾ ത്രൂ ഔട്ട് സാറിൻ്റെ ഈ ഒരു ജേണിയിൽ നിങ്ങൾക്കും വരാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, മെഡിറ്റേഷൻ എന്നതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനിയും കൂടുതൽ പറയാനുണ്ട്, പക്ഷേ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തേതൊരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് എന്നെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ മുന്നിൽ വന്നതാണ്. അപ്പം കുറേ പേര് എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് വീഡിയോ ഓണാക്കി ക്യാമറയുടെ മുന്നിൽ വരുന്നില്ല, ക്യാമറയുടെ പിന്നിൽ നിന്നിട്ട് നമ്മൾ കുക്കിംഗ് ചാനലിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും പറയുന്നു, കൂടാതെ നമ്മൾ അതായത് പ്രിപ്പയർ ചെയ്യുന്നു, ഇതൊക്കെയാണ്. പക്ഷെ അതിൽ കൂടുതലായിട്ടും നമ്മളെ ലൈഫിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് എന്താ ആർക്കെങ്കിലും അത് ചിലപ്പോൾ മേ ബി അങ്ങനെ ഒരു ഫാമിലി ലൈഫാണോ എൻ്റേത് എന്നൊക്കെ ചോദ്യം വരാം. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എൻ്റെ ഇക്ക ഫുൾ സപ്പോർട്ടാണ്. ഇക്കാൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് മാഷാഅല്ലാഹ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ. പിന്നെ ഞാൻ എൻ്റെ ഫാമിലി ലൈഫ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇക്ക, എൻ്റെ മക്കൾ, ഉമ്മ, ഇതാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി ഫുൾ സപ്പോർട്ടൊന്നും അല്ല കേട്ടോ എൻ്റെ കൂടെ. ഇക്ക മാത്രമേ സപ്പോർട്ടുള്ളൂ. പിന്നെ എൻ്റെ ഫാമിലിയിലുള്ളവരും. ബാക്കിയുള്ളവരിൽ കുറച്ച് പേരുണ്ട്. ഞാൻ അവരുടെ പേര് പ്രത്യേകിച്ചെടുത്ത് പറയാം. നൂറമ്മായി, ഞാൻ അമ്മോൻ്റെ വൈഫാണ് കേട്ടോ. പിന്നെ അമ്മോൻ്റെ വലിയ അമ്മോൻ്റെ വൈഫ്, അവരെ പേര് ഞാൻ കുഞ്ഞോള എന്നാണ് വിളിക്കല്ലോ കേട്ടോ. അപ്പോൾ അവർ, പിന്നെ ഇക്കയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിൻ്റെ വൈഫുണ്ട്, അവളെ പേരും കുഞ്ഞോളെന്നാണ്. പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഞാനിവിടെ പറയാം. ഏറ്റവും കൂടുതൽ ലൈഫിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് നമ്മുടെ കൂടെ ചിലവരുണ്ടാവുമല്ലോ, അതിൽപ്പെട്ട ഒരാളാണ് ഇക്കയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. റഫീഖ് എന്ന് പറയും. റഫീഖും അവരുടെ വൈഫ് കുഞ്ഞോളും. മാഷാഅല്ലാഹ് അവരോടൊക്കെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അഞ്ജു. അഞ്ജു ഭയങ്കര സംഭവമാണ്. ആളൊരു എന്താ പറയുക, ഒരു ഹാൻഡിക്യാപ്ഡാണ്. ബട്ട് നമ്മളെല്ലാത്തിനും എൻ്റെ +2 മുതലുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ. എൻ്റെ കൂടെ എൻ്റെ ജേണിയിലെല്ലാം അവളുണ്ട്. ഇപ്പോഴും നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞു 10 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞു, എന്നാലും ഇപ്പോഴും എൻ്റെ വീട്ടിൽ അവൾ വരും. ഞങ്ങൾ തമ്മിൽ ഒരുപാട് സംസാരിക്കും, ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കും. അതൊക്കെ തന്നെയാണ് ലൈഫ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഫ്രണ്ട്സുകൾ നമ്മളെ കൂടെ പഠിച്ചു പോയിട്ടുണ്ട്. പക്ഷേ നമ്മളെ കൂടെ എപ്പോഴും ഉള്ളത് എടുത്ത് പറയാവുന്ന ഒരാൾ അഞ്ജുവാണ്. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ അനിയത്തി മാഷാഅല്ലാഹ്, എനിക്ക് അവളെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് ഞാൻ ഇമോഷണലി ഫീൽ ചെയ്യും കേട്ടോ. കാരണം അവളെന്ന് പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. എന്നും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുക. എനിക്ക് കിട്ടിയൊരു വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്, അവളുടെ പേര് റഹ്മത്തുന്നീസ എന്നാണ്, എൻ്റെ ഇക്കാൻ്റെ പേര് റഹ്മത്തുള്ള എന്നാണ്. അപ്പോൾ ഞാൻ പറയും സുമയ്യ റഹ്മത്ത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അവളോട് ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം റഹ്മത്ത് എന്നുള്ള പേരെന്ന്. പക്ഷെ മാഷാഅല്ലാഹ് കല്യാണം കഴിച്ചപ്പം ഇക്കാൻ്റെ പേരും അതായി. അപ്പോൾ ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം എൻ്റെ അനിയത്തി എൻ്റെ കൂടെ ത്രൂ ഔട്ട് എൻ്റെ ലൈഫിലുണ്ട്. അവൾ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഞാനൊരു കുഞ്ഞു ഫുഡ് ഉണ്ടാക്കിയാൽ പോലും ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക അവൾ. അപ്പം ഞാൻ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയതല്ല കേട്ടോ, ഒരു 8ാം ക്ലാസ് മുതലേ ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വനിത വാങ്ങിക്കുമല്ലോ, ആ വനിതയുടെ ഓരോ ഫുഡ് ഉണ്ടാക്കുന്ന വനിതാ പാചകക്കുറിപ്പ് എന്ന് പറയും. അതൊക്കെ ഞാൻ കീറിയിട്ട് നമ്മൾ അടുക്കളയിൽ, ഞങ്ങളെ അന്നത്തെ അടുക്കള എന്ന് പറയുന്നത് ചെറിയൊരു വീടാണ്. എൻ്റെ വീട് ചെറിയൊരു വീടാണ്. അപ്പോൾ ഞാൻ മാഷാഅല്ലാഹ് എന്തായാലും അതിൻ്റെ ഹോം ടൂറൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ കിച്ചണിൻ്റെ ചുമരിൽ ഫുള്ള് നമ്മൾ ഒട്ടിക്കും. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ റെസിപ്പി ഉണ്ടാക്കും. അപ്പം ഒപ്പാട്ടോ നമുക്ക് എല്ലാ സാധനങ്ങളും അന്ന് കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ അന്ന് നമ്മളത് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റൊക്കെ പാളിപ്പോവും. പിന്നെ നമുക്കത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സൂപ്പറായി വരും.
അന്ന് മുതലേ എൻ്റെ കൂടെ എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ അനിയത്തിയുണ്ട്. പിന്നെ എൻ്റെ താത്ത മാഷാ അല്ലാ, താത്താൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി ഫാമിലിയാണ് കേട്ടോ. അപ്പം അവളും എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടുണ്ട്. അവളുടെ മക്കളായിക്കോട്ടെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. എല്ലാ കാര്യത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ ഉമ്മയും ഉപ്പയും അമ്മായിയൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഫാമിലി ലൈഫിനെ കുറിച്ച് ഒരു ചെറിയൊരു അറിവ് കിട്ടിയല്ലോ. പിന്നെ കല്യാണം കഴിച്ച ഇവിടുത്തെ വീട്ടിൽ ഇക്ക ഇവിടെ എൻ്റെ കൂടെ എന്നുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് മോൾട്ടി എന്നാട്ടോ ഞാൻ വിളിക്കൽ. പിന്നെ ജാസ്ര, പിന്നെ നമ്മളടുത്തുള്ള ചേച്ചി നുസൈബ, ജംഷി, ആസിയ, ഇവരൊക്കെ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മുടെ കൂടെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ പോലും നമുക്കത് പറഞ്ഞു തരും അവർ. അപ്പം എൻ്റെ കൂടെ അവരുണ്ട്. നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ നുസൈബ ഓൾറെഡി നമ്മളെല്ലാ സക്സസ്സിലും നമ്മുടെ കൂടെ ഉണ്ട്, സപ്പോർട്ട് ചെയ്യാനൊക്കെ ആളുണ്ട്. വലിയ സക്സസ് എന്ന് പറയണത് ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ, ഞാൻ പഠിച്ചത് തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് തിരൂർ, കൂട്ടായി വാക്കാട് ആ ഭാഗത്താണ്. അവിടുത്തെ എൻ്റെ അറബിക്കിലെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ആയിഷ ടീച്ചർ, ജൗഹറ മിസ്സ്, റഷീദ് സാറ്, മുഹമ്മദ് സാറ്, സുബൈർ സാറ്, ഇവരൊക്കെ ഭയങ്കര എന്താ, നമുക്ക് നമ്മളെ ലൈഫിനെ തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്തവരാണ് അവരൊക്കെ. അവരുടെ ക്ലാസ്സുകളായിക്കോട്ടെ നമുക്ക് ഇന്നും നമ്മളെ മൈൻഡിലുണ്ട്. ത്രൂ ഔട്ട് നമ്മളെ സക്സസ്സിൽ അവരെ നമ്മളെപ്പോഴും ആലോചിക്കും. +2 സാറുമാരായിക്കോട്ടെ, ഡിഗ്രിയിലെ സാറുമാരായിക്കോട്ടെ, എല്ലാവരും. ഇനി ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ 2 വർഷം ടീച്ചറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ചെറിയ മക്കളെ പഠിപ്പിക്കാൻ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ ടീച്ചറായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ കുട്ടികളിപ്പോൾ എന്താ പറയുക, അന്നത്തെ കുട്ടികൾ എപ്പോഴും കാണുമ്പോൾ അവർക്ക് നമ്മളെ ഓർമ്മയുണ്ട്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം പഠിപ്പിച്ച് കഴിഞ്ഞ ഒരു ടീച്ചർ അവരിന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മൈൻഡിൽ നമ്മൾ ഉണ്ടായിട്ടാണ്. അപ്പോൾ 2014 എൻ്റെ കല്യാണം. ഇപ്പം മാഷാ അല്ലാ 2014 ഓഗസ്റ്റ് 9, 2024 ഓഗസ്റ്റ് 9 ആയപ്പോൾ 10 വർഷമായി. നല്ല എന്താ പറയുക, നല്ല അടിപൊളി ലൈഫാണ് നമുക്ക് കിട്ടിയത്. കാരണം പടച്ചോൻ വിധിച്ചതെന്താണോ അത് വളരെ ഹാപ്പിയാണ്. ഇന്നും നമ്മൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.